അത് കഴിഞ്ഞിട്ടും തീരുന്നില്ല. യേശുക്രിസ്തു കുരിശിൽ മരിക്കുന്നു. മരണശേഷം അദ്ദേഹത്തിൻ്റെ ആ ശരീരം എടുത്ത് ആരുടെ മടിയിലാണ് കിടത്തുന്നത്? കന്യകാമറിയത്തിൻ്റെ മടിയിലാണ് കിടത്തുന്നത്. അവിടെ നിന്നെടുത്ത് കബറിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതും അമ്മയുടെ കയ്യിൽ നിന്നെടുത്ത് കബറിടത്തിലേക്ക് കൊണ്ടുപോകുന്നു. ആ കബറിടത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ട്. 3-ാം ദിവസം രാവിലെ ഉയിർത്തെഴുന്നേൽക്കുമ്പോഴും മഗ്ദലന മറിയത്തിനാണ് ആദ്യം കാണപ്പെടുന്നത്. എങ്കിലും സ്വർഗാരോഹണത്തിൻ്റെ സമയം വരെ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം. അപ്പോൾ ഫാമിലി, കന്യകാമറിയവും യേശുക്രിസ്തുവും ചേർന്ന ഫാമിലി, അമ്മ പുത്രൻ്റെ ഉദരത്തിൽ പേറിയ നിമിഷം മുതൽ സ്വർഗാരോഹണം വരെയുള്ള നിമിഷം മുഴുവൻ സമയവും അമ്മ മകനോടുകൂടി ഉണ്ടായിരുന്നു. ഇതാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ഒരമ്മയുടെ ദൗത്യം. അവിടെ തുടങ്ങുന്നു പേരൻറ്റിങ്ങിൻ്റെ പ്രത്യേകത. നിങ്ങൾ മാതൃകാപരമായ മാതൃക കാണിക്കുന്ന ഒരമ്മയാണോ? നിങ്ങളുടെ മക്കൾക്ക് ഒരു തെറ്റായ വഴിയിലൂടെയും പോകാൻ പറ്റില്ല. നിങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നത് എന്തോ അത് തന്നെ നിങ്ങളുടെ മക്കളുടെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞ് വികസിച്ച് കായും പൂവുമായി ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകുന്നുവെങ്കിൽ ആദ്യം ചങ്കത്തടിക്കേണ്ടത് നമ്മുടെ ചങ്കിലാണ്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലമാണ്. അവിടെ അച്ഛൻ മാത്രമല്ല, കന്യകാമറിയത്തിന് അവിടെ അച്ഛൻ എന്ന ഒരു പദവി ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിയില്ല. പക്ഷെ ഇവിടെ നമ്മൾ ഓർക്കണം, യേശുക്രിസ്തു സ്ഥാപിച്ച കുടുംബം എന്ന കൂദാശയിൽ ഭർത്താവും ഭാര്യയുമുണ്ട്. ഭർത്താവും ഭാര്യയും ചേർന്നാണ് കുഞ്ഞുങ്ങൾക്ക് അവിടെ ദൈവത്തിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ ദൈവപുത്രന്മാരല്ല, പുത്രികളുമല്ല ജനിക്കുന്നത്, മനുഷ്യപുത്രന്മാരും മനുഷ്യപുത്രികളുമാണ് ജനിക്കുന്നത്. അവിടെ ഭർത്താവിനും ഭാര്യയ്ക്കും അഥവാ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ പരമപ്രധാനമായ റോൾസാണ് നിർവഹിക്കപ്പെടുവാനുള്ളത്. അപ്പോൾ ഈ കന്യകാമറിയത്തിൻ്റെ കുടുംബത്തെ പിൻപറ്റി, അതായത് അമ്മ മകന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും ക്ലേശങ്ങളും, അതുപോലെ ത്യാഗോജ്വലമായ ഒരു ജീവിതത്തിലൂടെ നമുക്ക് പോകുവാൻ പറ്റുമോ? എങ്കിൽ ഉത്തമ പൗരന്മാരെ, ഉത്തമ മക്കളെ ആണായാലും പെണ്ണായാലും സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും. നാം ഇന്ന് കാണുന്ന ഇസ്രായേൽ ഗാസ യുദ്ധം അങ്ങനെയുള്ള ഒരു ലോകത്തുണ്ടാവുകയില്ല. പുതിനും യുക്രൈനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ ഒരു ലോകത്തുണ്ടാവുകയില്ല. എൻ്റേത് നിൻ്റേത് എന്ന വ്യവച്ഛേദങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. എല്ലാവരെയും സമന്മാരായി കാണുവാൻ കഴിയും. പക്ഷെ അപ്പോൾ സാത്താൻ്റെ കർമ്മം തുടർന്നല്ലേ പറ്റൂ. അതുകൊണ്ട് തന്നെ തിന്മയുടെ വിത്തുകളും ലോകത്തുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും തിന്മയുടെ വിത്തുകളെയും നോക്കി അതിനെതിരെയായിട്ടും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും മാർത്ത മറിയം വനിതാ സമാജക്കാരായ നാം എപ്പോഴും ആ കന്യകാമറിയത്തെ ഹൃദയത്തിൽ പേറണം. കന്യകാമറിയം കാണിച്ചു തന്ന വഴി നമ്മൾ നോക്കണം. അപ്പം അങ്ങനെ അത് അവിടെ നിൽക്കട്ടെ. ഇനി സാമ്പത്തിക വിശാരദരായവർ എന്താണ് ഈ ഫാമിലിയുടെ റെലവൻസിനെ പറ്റി, പേരൻറ്റിങ്ങിൻ്റെ റെലവൻസിനെ പറ്റി പറയുന്നത് എന്നുകൂടി നമുക്ക് ഒന്ന് ആലോചിക്കാം. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടോ? ആർക്കെങ്കിലും ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഞാനൊരു കഥ പറഞ്ഞു കളയും കേട്ടോ. കഥ പറയാൻ എന്നെ പ്രേരിപ്പിക്കരുത്. ഞാനൊരു കണിശക്കാരിയായ ടീച്ചറാണ്. സ്കെയിൽ കൊണ്ട് നടന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരെ, എത്രക്കാരാണെന്ന് അറിയാമല്ലോ, അവരെ അടിച്ച് ക്ലാസ്സിൽ കയറ്റിയിട്ടുള്ള ടീച്ചറാണ്. അവരെന്നെ തിരിഞ്ഞടിച്ചിട്ടില്ല. ഇപ്പോഴും അവർക്ക് എന്നോട് സ്നേഹമാണ് കേട്ടോ. അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെയാണ് എൻ്റെ സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാരോട് എനിക്ക് ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചതും ഞാൻ വായിച്ച് പഠിച്ചതുമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്, തിരുവനന്തപുരത്തു നിന്ന് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഉറങ്ങിയാൽ അതെനിക്ക് സഹിക്കില്ല. ഞാനിവിടെ നിന്ന് കണ്ണ് കാണും. എനിക്ക് ആറാം ഇന്ദ്രിയം ഒന്നുമില്ല, പക്ഷെ ഉള്ള ഇന്ദ്രിയങ്ങൾ കിട്ടു നോക്കിയാൽ ഉറങ്ങുന്നവരെ കാണാനൊക്കും. അവരുടെ എന്താ പറയുക, ഒരു വൈബ്രേഷൻ ഉണ്ടല്ലോ, അതെനിക്ക് കാണാൻ പറ്റും. സോ പ്ലീസ്, അതായത് നമ്മൾ ഒന്നിച്ചിരുന്ന് ചിന്തിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്താ പറയുന്നത്, അത് ഉറങ്ങുന്നത് മുമ്പിലിരുന്നോളൂ, ആരെങ്കിലും പുറകിലിരുന്നാണെങ്കിൽ ആരെയാണെങ്കിലും ഞാൻ പിടിക്കും കേട്ടോ. ഈ ബഹുമാനപ്പെട്ട തിരുമേനിമാരുറങ്ങിയാൽ പോലും ഞാൻ പിടിക്കും. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ, നമുക്കിനി സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് വരാം. അവിടെ എങ്ങനെയാണ് ഫാമിലി പേരൻറ്റിങ് എന്ന് ഒന്ന് നോക്കാം നമുക്ക്.
1991 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട്, ഗാരി എസ് ബെക്കർ. ബെക്കറിൻ്റെ പുസ്തകം, അദ്ദേഹത്തിന് ഈ നോബൽ പ്രൈസ് നേടിക്കൊടുത്ത പുസ്തകത്തിൻ്റെ പേര് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു പ്രബന്ധം. 1991 ആ പുസ്തകം പബ്ലിഷ് ചെയ്യുന്നത്. 91 തന്നെ നോബൽ പ്രൈസ് കിട്ടുന്നു. എന്താണ് 91 പ്രത്യേകത? 1991 പ്രത്യേകത, 1950കളിലുമൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ ഡൈവോഴ്സ് റേറ്റ്സ് ഒക്കെ വളരെ കുറവായിരുന്നു. സ്ത്രീകൾ വിവാഹം കഴിക്കും, 4-5 കുട്ടികളെ പ്രസവിക്കും, പേരൻറ്റിങ്ങും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴേക്കും സ്ത്രീകൾക്കൊരു ഫീലിംഗ് ഉണ്ടാകുന്നു, ഞങ്ങൾ ഈ പേരൻറ്റിങ്ങും വീട് നോക്കലും ഒക്കെ കാരണം 2ാം തരം പൗരന്മാരായി പോകുന്നു. നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാകും, 1975 യുണൈറ്റഡ് നേഷൻസ് 1975 മുതൽ 85 വരെയുള്ള ഒരു ദശാബ്ദത്തെ വനിതാ ദശാബ്ദമായിട്ട് ഡിക്ലയർ ചെയ്തു. എന്തിനാണ് വനിതാ ദശാബ്ദമായിട്ട് ഡിക്ലയർ ചെയ്തത്? വനിതാ ദശാബ്ദത്തിൽ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ഉച്ചനീചത്വം, വ്യത്യാസം, സ്ത്രീകൾ 2ാം തരം പൗരന്മാരാണെന്നുള്ള ഫീലിംഗ് മാറ്റിയെടുക്കത്തക്ക രീതിയിൽ സ്ത്രീകളെ ശാക്തീകരിക്കുക. അങ്ങനെ ആ ശാക്തീകരണ പ്രക്രിയ ഒരു വശത്ത് കുറേശ്ശെ നടന്നു വരുന്നു. മറുവശത്ത് സ്ത്രീകൾക്ക് തന്നെ തോന്നാൻ തുടങ്ങി, ഞങ്ങളെ വെറുതെ കറവ പശുക്കളെ പോലെ, അതായത് വീട്ടുജോലി ചെയ്യാൻ വേണ്ടി 24 മണിക്കൂർ ഇട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തിത്വ വികസനം പറ്റുന്നില്ല, അങ്ങനെയാണ് ഞങ്ങൾ 2ാം തരം പൗരന്മാരായി പോകുന്നത് എന്നൊക്കെയുള്ള ചിന്ത വരുന്നു. ആ ചിന്തയുടെ ഫലമായിട്ട് പതുക്കെ സ്ത്രീകൾ കൂടുതലായിട്ട് ഈ വീട്ടുജോലികൾ എന്നുള്ള ആ മൊണോട്ടണസ് ആയിട്ടുള്ള വളരെ ഡ്രൈ ആയിട്ടുള്ള ആ ജോലിയിൽ നിന്ന് പതുക്കെ വിടുതലെടുത്തുകൊണ്ട് കൂടുതൽ പഠിക്കാനും കൂടുതൽ ജോലിയിലേക്കും വിപണി, അതായത് എംപ്ലോയ്മെൻറ്റിലേക്കും കടക്കുന്നു. അങ്ങനെ കടക്കാൻ തുടങ്ങിയതോടെ എന്ത് സംഭവിച്ചു? ഡൈവോഴ്സ് റേറ്റ്സ് സ്കൈ റോക്കറ്റ് ചെയ്തു. ഡൈവോഴ്സ് റേറ്റ്സ് കണ്ടമാനം ഉയർന്നു. അപ്പോൾ ഡൈവോഴ്സ് റേറ്റ്സ് ഉയരുമ്പോൾ എന്താ സംഭവിക്കുക? കുടുംബങ്ങൾ ശിഥിലമാകും. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അമ്മ വേറെ കല്യാണം കഴിച്ചു. ഡൈവോഴ്സ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും അവർ വീണ്ടും കല്യാണം കഴിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക? കുട്ടികൾ ആരും ഇല്ലാത്തവരാകും, ആരും കേൾക്കാനില്ലാത്തവരാകും, അനാഥരാകും. അപ്പോൾ എന്ത് സംഭവിക്കും? ലോകത്തിന് തന്നെ അങ്ങനത്തെ കുട്ടികൾക്ക് എന്ത് സംഭവിക്കും? നമുക്കറിയാം, ആരും ചൊല്ലാനും കേൾക്കാനും സഹായിക്കാനും ഇല്ലാത്ത കുട്ടികളും നാനാവിധമാകും. അങ്ങനെ ലോകം പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഗാരി എസ് ബെക്കർ കുടുംബത്തെ പറ്റിയുള്ള ഈ പ്രബന്ധം തയ്യാറാക്കുന്നത്. അദ്ദേഹം ഡെവലപ്പിംഗ് ഇക്കോണമീസിലെയും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ, കുടുംബപരമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കളക്ട് ചെയ്ത് അതിൻ്റെ ഒക്കെ ബേസിസിലാണ് ഈ ഗ്രന്ഥം തയ്യാറാക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വന്ന ചില കൺക്ലൂഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ തന്നെ അന്തസത്ത എന്താണ്? അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ അന്തസത്ത അതിനകത്ത് പറയുന്നു. ട്രീറ്റീസ് ഓൺ ദ ഫാമിലിയിൽ പറയുന്നു. എന്താ പറയുന്നത്? ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും ചേർന്ന് തുടങ്ങുന്ന ഒരു സംരംഭമാണ്. അതായത് നമ്മൾ പറയില്ലേ, നാമമാത്ര സംരംഭങ്ങൾ, ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന സംരംഭങ്ങളെ പോലെ തന്നെ ഇത് കുടുംബം എന്ന് പറയുന്നത് ഒരു ചെറു സംരംഭമാണ്.